ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനും വിദ്യാഭ്യാസത്തിനും ശ്രമിക്കുന്നവർക്ക് നിയമസഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സൗജന്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ആസ്ഥാനമായ ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ മെൽബൺ, ബ്രിസ്ബെയിൻ, പെർത്ത്, ഡാർവിൻ എന്നിവിടങ്ങളിലും ദുബായിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയയുടെ സേവനം ലഭ്യമാണ്. മൈഗ്രേഷൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ രജിസ്ട്രേഷനുള്ള ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമാണ് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമുള്ള 5 മൈഗ്രേഷൻ കൺസൾട്ടന്റുമാർ ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയയുടെ ഭാഗമാണ്. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ അംഗീകാരമുള്ള NGO ആയ ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ ഇൻകോർപ്പറേറ്റുമായി ചേർന്നാണ് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ സൗജന്യ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾ കുടിയേറ്റത്തിനായി പരിഗണിക്കുന്ന 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ എന്ന് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ സഹസ്ഥാപകനും പ്രിൻസിപ്പൽ മൈഗ്രേഷൻ കൺസൾട്ടന്റുമായ മാത്യൂസ് ഡേവിസ് പറഞ്ഞു. കോവിഡ് അനന്തരം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ സ്ഥിരതാമസത്തിനും വിദ്യാഭ്യാസത്തിനുമായി സുരക്ഷിതമായി കാണുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ധാരാളം പേർ ഓസ്ട്രേലിയ എന്ന ലക്ഷ്യം സ്വപ്നം കാണുന്നു. എന്നാൽ ഇങ്ങനെ കുടിയേറാൻ ശ്രമിക്കുന്നവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്ത് അവരെ കബളിപ്പിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. കുടിയേറ്റത്തെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവ് നൽകി അവരെ സഹായിച്ചുകൊണ്ട് ഇത്തരം വഞ്ചനകളും തട്ടിപ്പുകളും ഇല്ലാതാക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയ പഠിച്ചതുകൊണ്ട് PR കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓസ്ട്രേലിയ PR കിട്ടണമെന്ന് ആ താല്പര്യത്തോടെ നിങ്ങൾ ഓസ്ട്രേലിയ പഠിക്കാൻ വരുവാണെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ ഓസ്ട്രേലിയ എന്താണെന്ന് കണ്ടിട്ടുള്ള ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള മലയാളികൾ കുറേ പേരുണ്ട്, ഞങ്ങൾ മാത്രമല്ല. പറഞ്ഞ 10ഓളം ഗ്രൂപ്പുകളുണ്ട് അവിടെ. അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് PR ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്ത് വന്ന് അത് PR സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ തിരക്കി വന്ന് അവർക്ക് PR സാധ്യതകൾ ഉണ്ടാവും. അന്താരാഷ്ട്ര കുടിയേറ്റത്തെക്കുറിച്ചുള്ള അവബോധവും ഉപദേശങ്ങളും നൽകി എങ്ങനെ സുരക്ഷിതമായി ആ രാജ്യത്തേക്ക് കടന്നു ചെന്ന് ഒരു ശോഭന ഭാവി കെട്ടിപ്പടുക്കാം എന്നുള്ള അറിവ് പകരുന്നതിനാണ് ഓസ്ട്രേലിയൻ കുടിയേറ്റം മിഥ്യകളും വസ്തുതകളും എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഈ മൈഗ്രേഷനെ പറ്റി നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയക്ക് വരാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം വേണ്ട എന്നുള്ളതാണ്. IELTS ഇല്ലാതെ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞ് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ മീഡിയ വഴി നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു വലിയ തെറ്റായ സന്ദേശമാണ്. വളരെ ചെറിയ അല്ലെങ്കിൽ ചുരുങ്ങിയ വിസകൾക്ക് മാത്രമാണ് IELTS ഇല്ലാതെ വരാൻ പറ്റുള്ളൂ. അത് വർക്ക് വിസയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. അതിൽ ഈ ഒരു എംപ്ലോയർ സ്പോൺസർഡ് വിസയിൽ മാത്രം നിങ്ങൾ 5 വർഷം എങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ ഒരു വിസയ്ക്ക് മാത്രമാണ് അങ്ങനെ വരാൻ പറ്റുള്ളൂ. ജനറലി നമുക്ക് എല്ലാ ഓസ്ട്രേലിയൻ വിസകൾക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമാണ്. രണ്ടാമത് പിന്നെ കാണുന്ന ഒരു തെറ്റായ ധാരണകൾ ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് ഈ ഗൾഫ് രാജ്യങ്ങളെ പോലെ എല്ലാവരും ജോലി കിട്ടിയാണ് അവിടേക്ക് വരുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു ധാരണ ശരിയല്ല. അപ്പം നമ്മുടെ ഓസ്ട്രേലിയ ഒരു മൈഗ്രേഷൻ സിസ്റ്റമാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് കുടിയേറുക എന്നുള്ളതാണ് എൻ്റെ വേർഡ് കറക്റ്റായിട്ട്. അപ്പോൾ ആ കുടിയേറ്റം ഒരു ലീഗലൈസ്ഡ് പ്രോസസ്സാണ് ഓസ്ട്രേലിയയിൽ. അതൊരു വെസ്റ്റേൺ കൺട്രിയിൽ അങ്ങനെ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ പൗരന് ഇക്വലൻ്റ് ആയ ഒരു അവസ്ഥയാണ് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് എന്ന് പറയുന്നത്. വോട്ടിംഗ് അവകാശം ഒഴികെ ബാക്കി എല്ലാ അവകാശങ്ങളും ഒരു ഓസ്ട്രേലിയൻ പൗരന് ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ ഓസ്ട്രേലിയയിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണല്ലോ. അത് ജോലി കിട്ടി ഗൾഫ് രാജ്യങ്ങളെ പോലെ വന്ന് 3 മാസം ജോലി ചെയ്ത് തിരിച്ചു വരിക, വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോലിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ കുറേ തരം തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരമായ വാർത്തകളും നമ്മുടെ ഇടയിൽ വളരെയധികം ഉണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണകളൊന്നാണ്. 2018 മുതൽ ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന NGO ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ ഇൻകോർപ്പറേറ്റുമായി ചേർന്നാണ് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയയുടെ സ്ഥാപകരായ സുലാൽ മത്തായിയും മാത്യൂസ് ഡേവിസും പ്രവർത്തിക്കുന്നത്. ഓസ്ട്രേലിയയിൽ എത്തിയാൽ പ്രൊഫഷണൽ ജോലികൾ എങ്ങനെ കണ്ടെത്താം, തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകൾ, രാജ്യത്തിന്റെ തനത് സംസ്കാരങ്ങളിലേക്ക് ഇഴുകിച്ചേരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ തുടങ്ങിയവ ഇഗ്നൈറ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കുന്നതിന് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ സഹായിക്കുന്നു. ഓസ്ട്രേലിയയിൽ എത്തുന്ന കുടിയേറ്റക്കാർക്ക് സെറ്റിൽമെന്റ്, തൊഴിൽ, പരിശീലനം, സോഷ്യൽ എന്റർപ്രൈസ് അവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇഗ്നൈറ്റ് സഹായിക്കുന്നു. ഓസ്ട്രേലിയൻ സർക്കാരിന്റെയും പ്രവിശ്യ സർക്കാരുകളുടെയും സാമ്പത്തിക സഹായം ലഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമുകളും തികച്ചും സൗജന്യമാണെന്ന് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ കരിയർ കോച്ചും സഹസ്ഥാപകനുമായ സുലാൽ മത്തായി പറഞ്ഞു.
സോ ഞങ്ങൾ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടല്ല, ടോട്ടലി സെപ്പറേറ്റ്ലി ഒരു NGO, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത്, ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് അവളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 6 വർഷമായിട്ട് പുതുതായിട്ട് വരുന്ന മൈഗ്രൻസിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ അത് ഇതുപോലെ 2-3 ബേസിക് ആസ്പെക്ട്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒന്ന്, ഈ കൾച്ചറൽ ഡിഫറൻസസ്. ഇപ്പോൾ ഇതൊരു കൾച്ചറൽ ഷോക്ക്. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിലും ഈവൻ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്കാണെങ്കിലും പല കാര്യങ്ങളും അവർക്ക് കൾച്ചറൽ ഷോക്ക് കാണും. അപ്പം ഒന്ന്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. 2, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇനിഷ്യൽ എംപ്ലോയ്മെൻറ്റ്. ഇപ്പം ഏറ്റവും അധികം ആൾക്കാരുടെ ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പം. അവരൊരു ജോബ് ഓഫറുമായിട്ടല്ല വന്നെങ്കിൽ എങ്ങനെ അവർ ഇനിഷ്യലി അവരുടെ ഒരു കരിയർ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എല്ലാ ടൈപ്പ് ഇൻഫർമേഷനും അതെങ്ങനെ അവർക്ക് ആ സെറ്റിൽ ചെയ്യാൻ വേണ്ട ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ കൊടുക്കാറുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം മൈഗ്രേഷൻ ഓപ്ഷൻ പരിഗണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള മേഖലകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് പ്രവേശനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തുടങ്ങാൻ ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ പദ്ധതിയിടുന്നുണ്ട്. ഡിമാൻഡുള്ള തൊഴിലുകൾ മനസ്സിലാക്കാനും അതുവഴി അവർക്ക് ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ തിരിച്ചറിയാനും ഇതിലൂടെ സാധിക്കും. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിജ്ഞാനപ്രദമായ വിവിധ സെഷനുകളിലൂടെ അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് വിദേശ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവരെ അതിന് പ്രാപ്തരാക്കാനും ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ സഹായിക്കുന്നു. കൊച്ചിയിലെ ക്ലാസുകൾ ഈ മാസം 15-ന് ഹോട്ടൽ ബ്രോഡ് ബീനിൽ വച്ച് സംഘടിപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ബിസിനസ് വിഷൻ.